ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പക്ഷെ അതിന് മുന്നേ ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം സമയത്ത് അതിനോടനുസരിച്ച് നിങ്ങളെ മെത്തേഡ്സ് മാക്സിമം ചേഞ്ച് ചെയ്യാതിരിക്കുക. ഏറ്റവും കൂടുതൽ ബേസിക്സിൽ സ്റ്റിക്ക് ചെയ്യാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിച്ച് ചോദിച്ചാൽ ബേസിക്സ് അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് അയച്ചു തന്ന ആൾ എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി ലാസ്റ്റ് ആഡ് ചെയ്തു. ഈ മെത്തേഡ് നോക്ക്, നമ്മൾ ചെയ്യുന്നത് നമ്മൾ തുടക്കത്തിൽ ചെയ്തു വരും, പക്ഷെ ചെയ്തു വരുമ്പോഴേ നമുക്ക് അറിയുന്നത് നമ്മൾ പഠിച്ചതല്ല ഇത്, സംഭവം വേറെയാണ്. അപ്പൊ ആ ഒരു തിങ്കിങ് ശരിയല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് തന്നെ നമ്മളെല്ലാം ചെയ്യാൻ പറ്റിയല്ലേ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഒന്നോ രണ്ടോ സ്റ്റെപ്പ് കൂടുന്നതിലല്ല, നമുക്ക് എത്രത്തോളം ഒരു മെത്തേഡ് കറക്റ്റ് അറിയാമോ ആ മെത്തേഡ് സ്റ്റിക്ക് ചെയ്യാം. നമുക്ക് അതിൽ നിന്ന് ഒന്ന് രണ്ട് സ്റ്റെപ്പ് എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു 10-20 സെക്കൻഡിന്റെ വേരിയേഷനെ വരത്തുള്ളൂ. പക്ഷെ എന്താണ്, പെട്ടെന്ന് ഒരു മെത്തേഡ് ഓൾട്ടർ ചെയ്തിട്ട് മൊത്തത്തിൽ തെറ്റായിട്ട് ഒരു നെഗറ്റീവ് മാർക്ക് അടിക്കുന്നതിൽ നല്ലതാണ് ഒരു 3-4 പോസിറ്റീവ് മാർക്ക് അടിക്കുന്നത്. അപ്പൊ അതാണ് ഈ പറയാനുള്ളത്. എക്സാം സമയത്ത് മെത്തേഡ് മാറ്റാതിരിക്കുക. ഓരോ ക്വസ്റ്റിനും ഓരോരോ മെത്തേഡ് വെക്കാതെ കോമൺ ആയിട്ട് എത്രത്തോളം ഒരു മെത്തേഡിൽ എല്ലാം ചെയ്യാൻ പറ്റുമോ ആ മെത്തേഡ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെത്തേഡ് എത്രയും ഫെമിലിയർ ആവും. അപ്പൊ പിന്നെ നമുക്ക് സ്റ്റെപ്പിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണ്, സ്റ്റെപ്പ് കുറെ നമ്മുടെ മനസ്സിൽ തന്നെ, കാരണം ഒരേ സാധനം കുറെ തവണ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സ്റ്റെപ്പ് കുറെ സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. പഠിക്കുന്ന ഒരൊറ്റ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ 2 കാര്യമാണെങ്കിൽ അത് വെച്ച് മാക്സിമം ചെയ്യാൻ നോക്കാം. ഓരോ ക്വസ്റ്റിനും മെത്തേഡ്സ് അപ്പോഴെപ്പോഴും മാറ്റായിരിക്കും. അങ്ങനെ മാറ്റുമ്പോൾ എന്താണ്, ഒരു കാര്യത്തിലേക്ക് നമ്മൾ എന്താണ് ഒരു പെർഫെക്ഷനിൽ എത്തത്തില്ല. അതായത് ഒരു 10 ക്വസ്റ്റ്യൻ ഒരൊറ്റ മെത്തേഡ് ചെയ്യുമ്പോൾ ആ 10 തവണ ചെയ്യുന്ന പ്രാക്ടീസ് കൂടുതലാണ്. പക്ഷെ 10 ക്വസ്റ്റ്യനും 10 ഡിഫറെന്റ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു മെത്തേഡ് പോലും തറവാകാത്ത രീതിയിൽ 10 കാര്യങ്ങൾ അറിയാം, പക്ഷെ എവിടെ ഇട്ട് അപ്ലൈ ചെയ്യണം. അതായത് നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരൊറ്റ കോമൺ തിങ് കൊണ്ട് എല്ലാം പറ്റിയാൽ അത്രയും നല്ലതാണ്. അപ്പൊ ഒരു കാര്യം പഠിച്ചാൽ പോരെ, ആ ഒരു കാര്യം നല്ലപോലെ പ്രാക്ടീസ് പോകും. ഇപ്പൊ ഇവിടെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് റെഗുലർ ആയിട്ടുള്ള മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇഫ് 20th term of an AP is 1/40 and its 40th term is 1/20, then the sum of first 800 terms. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനകത്ത് നോർമലി നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്, 20th ടേം ആകുമ്പം A20യുടെ വാല്യൂ 1/40 ആണ്. ബാക്കി തന്നേക്കുന്ന വാല്യൂ A40യുടെ വാല്യൂ എന്താണ്, 1/20 ആണ്. റെഗുലർ ആയിട്ട് എടുത്ത്. പക്ഷെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യനും എളുപ്പമാകും. അതായത് ഒരു AP എടുക്കുമ്പോൾ A+n-1D എന്നും പറഞ്ഞ് എടുക്കുന്നതിന് പകരം A+ND ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് എടുത്തു കഴിഞ്ഞാൽ ആ ജനറൽ ടേമിനെ നമുക്ക് A+ND എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ്, ആദ്യത്തെ ടൈമിനെ തന്നെ നമ്മൾ A+D ആയിട്ട് എഴുതി, സം ആയിട്ട് എഴുതി. അടുത്ത ടൈം A+2D ആയിട്ട് എഴുതി. അടുത്ത ടൈം A+3D ആയിട്ട് എഴുതി. അപ്പൊ ഈ 2 ടേംസിന് ഇടയ്ക്കുള്ള ഡിഫറൻസ് D ആണ്. ഈ 2 ടേംസിന് ഇടയ്ക്കുള്ള ഡിഫറൻസ് D ആണ്. ഇതൊരു AP വിത്ത് കോമൺ ഡിഫറൻസ് D ആണ്. അപ്പൊ ഇത് നമുക്ക് ജനറലി ഇങ്ങനെ ഒരു ഫോം ആണെങ്കിൽ എന്ത് ടൈം ഈക്വൽ ടു A+ND എന്ന് വിളിക്കാമല്ലോ. ഇത് എടുത്തതിന്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ ചെയ്തു വരുമ്പോൾ പറയും. അപ്പൊ ഈ ഒരു മെത്തേഡിൽ കുറെ ക്വസ്റ്റ്യൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡ് കിട്ടും. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നമുക്ക് ഈ 2 ടേംസ് തന്നിട്ടുണ്ട്, നമ്മൾ സം ഓഫ് 800 ടേംസ് കണ്ടുപിടിക്കണം. അപ്പോഴത്തേക്കും A20യുടെ വാല്യൂ എന്താണ്, 1/40 ആണ്. A20 എന്താണ്, A+20D അല്ലേ. അതേപോലെ തന്നെ A40യുടെ വാല്യൂ എന്താണ്, 1/20 ആണ്. A40യുടെ വാല്യൂ 1/20 ആണ്. അതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ A+40D ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു മോഡിഫിക്കേഷൻ കൂടി എടുക്കുകയാണ് ഈ ഡിനോമിനേറ്ററിനെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതായത് നോക്കിയേ, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ചെയ്യാം, അതായത് ഇതിന്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് ചെയ്യാം. ഇത്രയും നമ്മൾ എഴുതി വെച്ചു. അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട 800 ടേംസിന്റെ സമ്മാണ്. ഇത്ര എഴുതി വരാൻ മനസ്സിൽ A+ND ഫോം അറിയാവുന്ന ഒരുത്തനാണെങ്കിൽ അവൻ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പരീക്ഷയ്ക്ക് ഇത്ര എഴുതാൻ മതി. ഇത്ര എഴുതാൻ ഈ 2 ലൈൻ എഴുതാൻ നമുക്ക് എത്ര സമയം വേണം, കൂടിപ്പോയി ഒരു 5 സെക്കൻഡോളം മതി. ഇനി അടുത്തത് നമുക്ക് സം ഓഫ് n ടേംസ് ഓഫ് an AP എന്താണ്, n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് nth ടൈം. ഇതും എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതേണ്ട ആവശ്യമില്ല, ഇക്വേഷൻ നമുക്കറിയാം. അപ്പോഴത്തേക്കും 800 ടേംസിന്റെ സം എത്രയാണ്, 800 ടേംസിന്റെ സം 800 ഡിവൈഡഡ് ബൈ 2 n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം ആകുമ്പോൾ A+ND അല്ലേ നമ്മൾ എടുത്തത്. an എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എടുത്തേക്കുന്നത് A+ND ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം ആകുമ്പോൾ n-ന്റെ വാല്യൂ 1 ആകുമ്പോൾ A+D, 800 ടൈം ആകുമ്പോൾ A+800D എന്നും പറഞ്ഞു വരും. 800D എന്നും പറഞ്ഞു വരും. അപ്പൊ ഇത്രയും കിട്ടി. അപ്പൊ ഇനി ഇവിടുന്ന് ഡിയും എയും സോൾവ് ചെയ്യുന്നത് സമയം എടുക്കും. അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, നമുക്ക് ഇതിവിടെ 800ന്റെ വാല്യൂ 800 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇവിടെ എയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2a ആയി. ബാക്കി ഈ 800 ഉണ്ടല്ലോ, 800 നമുക്ക് 760 + 40 എന്ന് സ്പ്ലിറ്റ് ചെയ്തോടെ. അപ്പോഴത്തേക്ക് 760D + 40D ആണ് 800D. അപ്പൊ ഈ 40D ഇനി ഇപ്പുറത്തോട്ട് എടുത്ത് എഴുതിയ
ബാക്കി 760 പ്ലസ് 1D ആകുമ്പോൾ 761D ആയി. ഇത്ര എന്താണ് ഈ രണ്ട് സ്റ്റെപ്പ് അങ്ങ് എഴുതിയാൽ മതി, ഡയറക്റ്റ് ഇത്രയും പോകും. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും 2A plus 40D 2A plus 40D എന്താണ്? ഈ വാല്യൂവിന്റെ 2 ടൈംസ് അല്ലേ? 2A plus 40D എന്ന് വെച്ചാൽ ഇതിന്റെ 2 ടൈംസ് ആണ്. ഈ ഒരു വാല്യൂനെ നമുക്ക് എൻറ്റയർ ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. അതിന് നമുക്ക് 2 ടൈംസ് ഈ വാല്യൂ 2 ടൈംസ് 1/40 എന്ന് എഴുതാം. ബാക്കി ഇനി ഡിയുടെ വാല്യൂ കിട്ടണം. ആ ഡിയുടെ വാല്യൂ എളുപ്പം കിട്ടാനാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. അപ്പോഴത്തേക്ക് ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറച്ച് എന്താണ് നോക്കാം. അപ്പൊ അങ്ങനെ കുറയ്ക്കുന്നതിന് മുന്നേ സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ കുറയ്ക്കാൻ എളുപ്പമാണ്. അപ്പൊ മുകളിൽ താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2/20 1/20 നമുക്ക് 2/40 എന്ന് വിളിച്ചൂടെ. അപ്പൊ രണ്ട് ഇക്വേഷൻ തമ്മിൽ കുറയ്ക്കുമ്പോൾ എയും പോയി 40D 20D കുറയ്ക്കുമ്പോഴത്തേക്കും വെറും 20D എന്ന് പറഞ്ഞു വരും. ഇവിടെ കുറയ്ക്കുമ്പോൾ എന്ത് വരും? 2/40 1/40 കുറച്ച് കഴിഞ്ഞാൽ വെറും 1/40 എന്ന് കിട്ടും. അവിടുന്ന് ഡിയുടെ വാല്യൂ എന്താണ്? 1/800 ആണെന്ന് എളുപ്പം കിട്ടി. ഇനി ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം കിട്ടി. ഡിയുടെ വാല്യൂ നമ്മൾ 1/800 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എഗെയിൻ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം 20 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 800 ആയല്ലോ. അപ്പൊ 20 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ ഒരു 40 ആവും, ഇവിടെ എന്തായി? 800 ആയി. അപ്പൊ നമുക്ക് 800 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 40 പ്ലസ് 761 ഡിവൈഡ് ബൈ 800. അപ്പൊ നോക്കി ഈ 800 ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് വരും? 760 40 കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത കാൽക്കുലേഷൻ ആണ് 800. ഇതെന്താണ്? 801. അപ്പൊ 801ന്റെ ഹാഫ് ആണ് വാല്യൂ. അപ്പൊ 801ന്റെ ഹാഫ് എവിടെയെങ്കിലും കിടപ്പുണ്ടാന്ന് നോക്കി. അപ്പൊ അത് നിങ്ങൾക്ക് എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ കൺവേർഷൻ ചെയ്യാനായിട്ട് 800/2 പ്ലസ് ഹാഫ് എന്ന് എഴുതിക്കൂടെ 801ന്. അപ്പൊ 800/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ആണ്. ഹാഫ് അതുപോലെ ഉള്ളതുകൊണ്ട് ഹാഫിന് അതേപോലെ തന്നെ എടുത്തിരിക്കും. അതായത് 400.5 ആണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതാണ് വാല്യൂ, ഡി ആണ് ഓപ്ഷൻ. ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെത്തേഡ് എപ്പോഴും മാറ്റരുത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോമൺ മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻ ഇത് രണ്ടും, അതായത് നമ്മൾ എത്ര സമയം എടുത്തു എന്നുള്ളതും കൂടി എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ സമയം ഒരു 2-3 സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ മൈൻഡ് അത്രയും സ്പീഡിൽ വർക്ക് ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ എന്റെ പ്രാക്ടീസ് കൊണ്ട് എനിക്കറിയാം A+D ആണ് ഒരു ടേം. അപ്പോഴത്തേക്കും A+20D തന്നിട്ടുണ്ട്. 20th ടേം ആണ്. എത്രയാണ് തന്നേക്കുന്നത്? 1/40. A+40D ആണ്. 40th ടേം തന്നിട്ടുണ്ട് 1/20. അപ്പോഴത്തേക്കും ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാവും ഇതിന്റെ ഹാഫ് ആണ് ഈ വാല്യൂ. അപ്പൊ നമ്മൾ കുറച്ച് എഴുതി കഴിഞ്ഞാൽ അതായത് നമുക്ക് എന്താണ്? S800 വേണം. S800 വാല്യൂ എന്താണ്? 800 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടൈം A+D 800 ടൈം A+800D. അവിടെ നമുക്ക് എന്താണ്? ഈ ഒരു റിലേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എങ്ങനെയാണ്? 2A ഇവിടെ ഉണ്ട്. ഓക്കെ, 2A അതേപോലെ എഴുതി. ബാക്കി 800/2 ഇവിടെ അതേപോലെ തന്നെ കിട്ടും. ബാക്കി ഇവിടെ നമുക്ക് 761 എഴുതാം. കാരണം എന്താണ്? ഇത് 801D ആണ്. 761D പ്ലസ് ഒരു 40D കൂടി വരും. 40 ഈ ഒരു വാല്യൂ എന്താണ്? ടോയ്സ് ഈ വാല്യൂവിന്റെ ടോയ്സ് ആണ്. അപ്പോഴത്തേക്ക് ഈ രണ്ട് വാല്യൂയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 2/40 എന്ന് എഴുതാം. ടോയ്സ് ആണ് ആ വാല്യൂവിന്റെ. ഇനി ഇവിടുന്ന് എയും ഡയറക്റ്റ് ക്യാൻസൽ ആയി പോകും. ഈ രണ്ട് സൈഡും ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു 20D വരും. ഇതെന്താണ്? ഒരു വാല്യൂന്റെ ഹാഫ് ആയിട്ട് കുറയ്ക്കുമ്പോൾ അതിന്റെ ഹാഫ് വാല്യൂ തന്നെ വരും. കാരണം ഇതിന്റെ എക്സാക്ട് ഹാഫ് ആയിട്ട് പകുതി കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ 2 തവണ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അപ്പൊ ഇതിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ വാല്യൂ തന്നെ കിട്ടുമല്ലോ. അതായത് ഇതിന്റെ 2 ടൈംസ് ആണ് ഈ വാല്യൂ. അപ്പൊ ഇതിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ കിട്ടും. അപ്പൊ ഡിയുടെ വാല്യൂ ഇവിടെ നമുക്ക് 800 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ ഡിയുടെ വാല്യൂ ഇവിടെ നിങ്ങൾ 1/800 കൊടുത്തു. 1/800 ആണ് താഴ്പ്പം. ബാക്കി ഇവിടെ നിങ്ങൾ എന്താണ്? ഡിനോമിനേറ്റർ ഇക്വേറ്റ് ചെയ്താൽ മതി. ഇനി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്താലും മതി, ഓപ്പൺ ചെയ്താലും മതി. അല്ലെങ്കിൽ ബെറ്റർ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പൊ എന്താണ്? ഞാൻ ഇവിടെ മുകളിലും താഴെ ഒരു 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 ഡിവൈഡ് ബൈ 800 വന്നു. ഈ 800 ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഒരു ഹാഫ് ഉണ്ട്. ബാക്കി എന്തുണ്ട്? 801 ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ്? 1 2 3 4 എക്സ്ട്രാ തിയറി ഒന്നും ഉപയോഗിച്ചില്ല. അറിയാവുന്ന തിയറി നമുക്ക് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മെത്തേഡ്സ് നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാം. പക്ഷേ എളുപ്പമുള്ള മെത്തേഡ്സ് എന്താണ്? അത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാൽക്കുലേഷൻ അറിയാത്ത ആളുകൾ ജസ്റ്റ് മെത്തേഡ് ആൾട്ടർ ചെയ്തിരുന്നാൽ മാത്രം മതി.